ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1913 എലനോർ പോർട്ടർ രചിച്ച വിശ്വപ്രസിദ്ധമായ നോവലാണ് പോളിയന്ന. അനാഥയായ പോളിയന്ന തന്റെ കർക്കശക്കാരിയും കഠിന ഹൃദയമായ അമ്മായിയുടെ അടുത്തേക്ക് താമസിക്കാൻ എത്തുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അമ്മായിക്ക് ജീവിതമെന്നാൽ നിയമങ്ങളുടെയും ചിട്ടകളുടെയും മടുപ്പിക്കുന്ന ഒരു പട്ടികയായിരുന്നു. എന്നാൽ ആ വീട്ടിലേക്ക് പോളിയന്ന എത്തിയത് അത്ഭുതകരമായ ഒരു കളിയുമായാണ്, സന്തോഷത്തിന്റെ കളി. ഏതൊരു മോശം സാഹചര്യത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നതാണ് ഈ കളിയുടെ നിയമം. പണ്ട് പോളിയന്നയുടെ അച്ഛൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു ഇത്. ഒരിക്കൽ ക്രിസ്മസിന് ഒരു പാവക്കുട്ടിയെ കിട്ടുമെന്ന് അവൾ കൊതിച്ചിരുന്നു. എന്നാൽ അവൾക്ക് ലഭിച്ചതോ ഒരു ജോഡി ഊന്നുവടികളും. അന്ന് സങ്കടപ്പെട്ട പോളിയന്നയെ അച്ഛനെ ആശ്വസിപ്പിച്ചു. മോളെ, നമുക്ക് സന്തോഷിക്കാൻ ഇതിനും ഒരു കാരണമുണ്ട്. ഈ വടികൾ ഉപയോഗിക്കേണ്ടി വരാത്ത വിധം നിന്റെ കാലുകൾക്ക് ആരോഗ്യമുണ്ടല്ലോ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. ഇങ്ങനെ വേദനയിൽ സന്തോഷം കണ്ടെത്തുവാൻ അവളുടെ അച്ഛൻ അവളെ പഠിപ്പിച്ചു. അന്നു മുതൽ പോളിയന്നയുടെ ജീവിതം ഒരു ആഘോഷമായി മാറി. പോളിയന്നയുടെ ശുഭാപ്തി വിശ്വാസവും അമ്മായിയുടെ നഗരത്തെ തന്നെ മാറ്റിമറിച്ചു. അമ്മായി നൽകിയ ഓരോ ശിക്ഷയെയും അവൾ സന്തോഷത്തിനുള്ള അവസരമാക്കി മാറ്റി. ചിത്രങ്ങളോ പരവതാനികളോ ഇല്ലാത്ത ഒരു ചെറിയ മുറിയിൽ അമ്മായി അവളെ താമസിപ്പിച്ചപ്പോൾ ആ മുറിയിലെ ജനാലയിലൂടെ കാണുന്ന മനോഹരമായ കാഴ്ചകളിൽ അവൾ സന്തോഷം കണ്ടെത്തി. ഭക്ഷണത്തിന് വൈകിയെത്തിയതിന് ശിക്ഷയായി അമ്മായി അവൾക്ക് അടുക്കളയിൽ വെച്ച് വെറും പാലും അപ്പവും മാത്രം നൽകിയപ്പോൾ തനിക്ക് പാൽ വളരെ ഇഷ്ടമാണെന്നും അമ്മായിയുടെ ജോലിക്കാരിയായ നാൻസിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞ് അവൾ സന്തോഷിച്ചു. ഗ്രാമത്തിലെ ഓരോരുത്തരെയും അവൾ ഈ കളി പഠിപ്പിച്ചു. എപ്പോഴും അസുഖത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്ന സ്നോയോട് കൈകളനക്കാൻ കഴിയുന്നതിൽ സന്തോഷം അവൾ കണ്ടെത്തിക്കൊടുത്തു. എന്നാൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് കാലുകൾ തളർന്നു പോയപ്പോൾ പോളിയന്ന തകർന്നുപോയി. എന്നും മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചിരുന്ന അവൾക്ക് തൻ്റെ സന്തോഷത്തിന്റെ കളി കളിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ ഗ്രാമവാസികൾ ഒന്നടങ്കം അമ്മായിയുടെ വീട്ടിലേക്കെത്തി. അവൾ ജീവിതം പഠിപ്പിച്ചു കൊടുത്തവർ ഓരോരുത്തരായി വന്ന് തങ്ങളുടെ ജീവിതം അവൾ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്ന് അവളെ ഓർമ്മിപ്പിച്ചു. സന്തോഷത്തിന്റെ ആ വലിയ കരുത്തിന് മുൻപിൽ പോളിയന്നെ വീണ്ടും പുഞ്ചിരിച്ചു. തനിക്ക് മുൻപും ഓടാനും ചാടാനും കാലുകളുണ്ടായിരുന്നല്ലോ എന്നോർത്ത് അവൾ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു. ഒടുവിൽ വിദഗ്ധ ചികിത്സയിലൂടെ അവൾക്ക് നടക്കാൻ സാധിച്ചു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടമെന്ന് പൗലോസ്ലീഹായുടെ വാക്കുകൾ എത്ര മനോഹരമാണ്. എപ്പോഴും സന്തോഷിക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏതിരുണ്ട സാഹചര്യത്തിലും പ്രകാശത്തിന്റെ ഒരു തിരി കണ്ടെത്താനുള്ള മനസ്സാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, മറിച്ച് ആ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷം നിശ്ചയിക്കുന്നത്. എപ്പോഴും സന്തോഷം നിറയ്ക്കുന്ന ആ കളിയിൽ നമുക്കും ഭാഗമാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.